ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്റ്റീംഡ് സ്നാക്കായിട്ടാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു ടേസ്റ്റി സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പാലപ്പത്തിൻ്റെ ബാറ്ററാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ വറുക്കാത്ത റവ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഡ്രോപ്സ് വനില എസൻസ് കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഈന്തപ്പഴമാണ്. ഞാനിവിടെ ഈന്തപ്പഴം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തതിന് ശേഷം മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു ഹാഫ് അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് ഹാഫ് അവർ ആയിട്ടുണ്ട്. മാവ് നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തിക്കായിട്ടിരിക്കണം. സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റീലിൻ്റെ ചെറിയ 5 ബൗൾസാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഞാൻ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഓരോ തവി മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ബൗൾസ് എല്ലാം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോയിക്കോളും. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ബദാം മുറിച്ചത് ഇട്ടെടുക്കുന്നുണ്ട്. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം. അതിനായിട്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് ഒരു തട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ബൗൾസ് എല്ലാം ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇത് അടച്ചു വെക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. ഇത് 20 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കുകയാണ്. നോക്കിയാൽ നമ്മുടെ സ്റ്റീംഡ് സ്നാക്ക് ഇതാ നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ നന്നായി പോയതിന് ശേഷം മാത്രം ഇത് ബൗളിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കാരക്ക കൊണ്ടുള്ള ഈ ഒരു സ്റ്റീംഡ് സ്നാക്ക് കണ്ടോ, എന്തോരം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല രുചിയാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്റ്റീംഡ് കാരക്ക സ്നാക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.